പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അടുത്ത ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നടക്കാൻ പോകുന്ന WWE നെക്സ്റ്റ് ബിഗ് പ്രീമിയം ലൈവ് ഇവൻ്റായ സമ്മർ സ്ലാം 2026 മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ആണ്. നിലവിൽ നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഒരു റോ എപ്പിസോഡും സ്മാക്ഡൗൺ എപ്പിസോഡും ബാക്കിയുള്ളപ്പോൾ ഒരാഴ്ച മുൻപാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള 12 മത്സരങ്ങളെ സംബന്ധിച്ചാണ് നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്ന മാച്ച് കാർഡ് റിസൾട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ലാതെ മറ്റ് മത്സരങ്ങൾ കൺഫേം ചെയ്താൽ മറ്റ് ദിവസങ്ങളിലെ വീഡിയോസിലായിരുന്നു നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പങ്കുവെക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2 ദിവസമായിട്ടാണ് പതിവ് പോലെ സമ്മർ സ്ലാം 2026 നടക്കുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 3:30 മുതലാണ് ആദ്യ ദിനം ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 3:30 മുതലാണ് രണ്ടാമത്തെ ദിനം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 2 ഇവൻറ്റുകളിലായിട്ടും മിക്കവാറും ഈ 12 മത്സരങ്ങൾ 6 മത്സരങ്ങൾ വെച്ചിട്ട് നടക്കാനാണ് സാധ്യത കൂടുതൽ. ഇനി പുതിയൊരു മത്സരം വരാനുള്ള സാധ്യത കുറവാണ്, പറയാൻ സാധിക്കില്ല നമുക്ക് എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്സ് ഈ 12 മത്സരങ്ങളിലൂടെ തന്നെ 2 ദിവസമായിട്ടുള്ള സമ്മർ സ്ലാം നടക്കുമെന്നാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഇന്ത്യയിൽ നമുക്ക് ഒഫീഷ്യലായിട്ട് സമ്മർ സ്ലാം 2026 കാണാൻ സാധിക്കുക. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സ്ട്രീം ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മറ്റ് വെബ്സൈറ്റുകളുടെ ലിങ്ക് ഈ സമ്മർ സ്ലാം നടക്കുന്ന ദിവസം അതിൻ്റെ തലേ ദിവസം തന്നെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ മാക്സിമം കൂട്ടുകാർ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഇനി മാച്ച് കാർഡ് പ്രഡിക്ഷനിലേക്ക് കടക്കാം. ഒന്നാമത്തെ മത്സരമായി നമ്മൾ നോക്കുന്നത് 6 മാൻ ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചാണ്. ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ജിമ്മി യൂസോ, ജേക്കബ് ഫാറ്റു, ജെ ഊസോ തുടങ്ങിയ 3 അംഗ ടീം ഇവർ നേരിടുന്നത് സോളോ സിക്കോവ, LA നൈറ്റ്, റോയ്സ് കീസ് തുടങ്ങിയവരെയാണ്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 6 മാൻ ടാഗ് ടീം മത്സരത്തിൽ ആരാണ് ഹീല്, ആരാണ് ഫേസ്, ഒരു നായകൻ ടൈപ്പ് ചെയ്യുന്നവർ ആരാണ്, ഒരു വില്ലൻ ടൈപ്പ് ചെയ്യുന്നവർ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം സ്റ്റോറി ഒരു പ്രത്യേകത അങ്ങനെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. 2 ടീമും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. 2 ടീമും മറ്റുള്ളവരുടെ മത്സരങ്ങളിൽ കൂടുതൽ ഇൻ്റർഫിയറൻസ് നടത്തുന്നുണ്ട്. എന്നാൽ സോളോ സിക്കോവയാണ് ഈ കൂട്ടത്തിൽ കുറച്ച് വില്ലൻ എന്ന് നമുക്ക് തോന്നുമെങ്കിലും സോളോ സിക്കോവയുടെ പെരുമാറ്റമൊക്കെ കണ്ടാൽ സോളോ സിക്കോവയാണ് ഇതിലെ ഒരു ടോപ്പ് ഫേസ് ക്യാരക്ടർ, ഒരു നല്ലവൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നായകന്മാർക്ക് കൂടുതൽ മുൻഗണന കൊടുത്തു, വില്ലന്മാർക്ക് മുൻഗണന തീരെയില്ല എന്നൊന്നും നമുക്ക് ഈ ഒരു സ്റ്റോറി ലൈനിൽ പറയാൻ സാധിക്കില്ല. 2 ടീമിന് തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചത്തെ വീക്ക്ലി എപ്പിസോഡ്സ് ശ്രദ്ധിച്ചാൽ ബ്ലഡ് ലൈന് കുറച്ച് ആധിപത്യം കൊടുക്കുന്നുണ്ട്. അത് ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന എക്സ് ഫാക്ടറാണ് അവർക്കൊരു ആധിപത്യം കൊടുക്കുന്നത്. എന്നാൽ ഈ സമ്മർ സ്ലാമിലേക്ക് എത്തുമ്പോഴും ബ്ലഡ് ലൈന് തന്നെ വിജയസാധ്യത കൂടുതലെന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം ജേക്കബ് ഫാറ്റുവിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു 6 മാൻ ടാഗ് ടീം മത്സരം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ ബ്ലഡ് ലൈനിൻ്റെ കൂടെയാണ്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മാച്ച് 6 വുമൺ ടാഗ് ടീം മത്സരമാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയാണ് ഈ ഒരു ടാഗ് ടീം മത്സരം കൺഫേം ചെയ്യുന്നത്. നിലവിലെ വുമൺസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഫേറ്റൽ ഇൻഫ്ലുവൻസ് ടീം അവിടെ ലീഡറായ JC ജെയിനും കൂടി പങ്കെടുക്കുന്ന ഈ ഒരു 6 വുമൺ ടാഗ് ടീം മത്സരത്തിൽ ഇവരുടെ എതിരാളിയായിട്ട് വരുന്നത് ഹോൾ ഓഫ് ഫെയിമേഴ്സായ ബെല്ല ട്വിൻസ് എന്ന് പറയുന്ന ടീമും പേജ് എന്ന് പറയുന്ന ലെജൻഡ് സൂപ്പർ സ്റ്റാറുമാണ്. അപ്പോൾ നിക്കി ബെല്ലയുടെ തിരിച്ചുവരവാണ് സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ ഈ ഒരു 6 വുമൺ ടാഗ് ടീം മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെല്ല ട്വിൻസും പേജും ഇവരുടെ 3 അംഗ ടീം ഈ 6 വുമൺ ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം നിക്കി ബെല്ലയുടെ ഒരു തിരിച്ചുവരവ് ഇവർക്കൊരു മൊമെൻറ്റം കൊടുക്കുന്ന രീതിയിൽ സമ്മർ സ്ലാമിലൊരു വിജയം സമ്മാനിച്ചേക്കാം. മൂന്നാമത്തെ മത്സരം വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള മത്സരമായിരിക്കും. ഡാൻ ഹൗസൻ വേഴ്സസ് ഡൊമിനിക് മെസ്റ്റീരിയോ തമ്മിലുള്ള മത്സരം. ഇതൊരു ചാമ്പ്യൻഷിപ്പിനൊന്നും വേണ്ടിയിട്ടുള്ള മത്സരമല്ല. വിജയിക്കുന്ന റെസ്ലറിന് ആ ഒരു പൈസ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഡാൻ ഹൗസൻ ജഡ്ജിയുടെ ടീമിനെ പറ്റിച്ചുകൊണ്ട് അവരുടെ പൈസ കൈക്കലാക്കി എന്നുള്ളത് ആ ഒരു സ്റ്റോറി കാണിച്ചുകൊണ്ടാണ് ഈ മത്സരം സമ്മർ സ്ലാമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡാൻ ഹൗസിന് തന്നെ ആയിരിക്കും വിജയസാധ്യത കൂടുതൽ. കാരണം സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തും വലിയൊരു ആരാധക കൂട്ടം ഡാൻ ഹൗസിന് പിറകിലുണ്ട്. അതുകൊണ്ടാണ് ഒരു മത്സരമെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ടിയ ഒരു മത്സരം സമ്മർ സ്ലാമിലേക്ക് ഡാൻ ഹൗസിന് കൊടുത്തത്. എന്തായാലും ഡൊമിനിക് മെസ്റ്റീരിയോ എന്ന് പറയുന്ന താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രകടനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇത് ഒരു റെസ്ലിംഗ് മാച്ചിൻ്റെ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ എൻ്റർടൈനിങ്ങിന് ക്വാളിറ്റി കൊടുക്കുന്ന ഒരു മത്സരമായിരിക്കും. ഫൺ ആൻഡ് അങ്ങനെയുള്ള രസകരമായി കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു മത്സരമായിരിക്കും. അത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും മത്സരത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക.
സാധിക്കുക. ഡാൻ ഹൗസിൻ്റെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ജാലവിദ്യകൾ നമുക്ക് ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ ഡാൻ ഹൗസിന് വിജയിക്കുമെന്നാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് ഈ സമ്മർ സ്ലാമിൽ നടക്കുന്ന ഒരു നമ്പർ 1 കണ്ടൻഡർ മത്സരമാണ്. സാമി സെയിനും ഫിൻ ബലറും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഈ നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലറിന് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. വളരെ ഫ്രസ്ട്രേഷനിലൂടെ വന്ന് സാമി സെയിൻ ചോദിച്ചു വാങ്ങിയെടുത്ത ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിൻ ബലർ സ്മാക്ഡൗണിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം പൊരുതി നേടി ഈ നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരത്തിലേക്ക് എത്തിയെന്ന് പറയേണ്ടി വരും. ഫിൻ ബലർ തുടർച്ചയായിട്ട് ഈ ടാള ടോങ്ക തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുന്നു. അവസാനം കഴിഞ്ഞ ആ ഫേറ്റൽ 4-വേ ക്വാളിഫയിങ് മത്സരത്തിലും വിജയിച്ചുകൊണ്ട് സമ്മർ സ്ലാമിലേക്ക് ഫിൻ ബലർ എത്തുന്നു. കൃത്യം 10 വർഷങ്ങൾക്ക് മുൻപാണ് സമ്മർ സ്ലാമിൽ ഫിൻ ബലർ ആദ്യമായി യൂണിവേഴ്സൽ ചാമ്പ്യൻ ആകുന്നത്. അപ്പോൾ 10 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ കയ്യിലേക്ക് കിട്ടിയ ഒരു ചാമ്പ്യൻഷിപ്പ് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോലും പറ്റാതെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ഓർമ്മയുള്ള ഒരു സമയത്ത് കൃത്യം 10 വർഷം തന്നെ സമ്മർ സ്ലാമിൽ ആ ഫിൻ ബലറിന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വീണ്ടെടുക്കുന്നതിലേക്കുള്ള ആദ്യ പടിയായി ഈ സമ്മർ സ്ലാം മാറ്റാനും സാധിക്കുന്ന വലിയ സുവർണാവസരമാണ് മുന്നിട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ സാമി സെയിൻ ആണെങ്കിൽ കമ്പനിയും റെസ്ലേഴ്സും എല്ലാം അദ്ദേഹത്തിനെതിരെ തിരിയുന്നു. അദ്ദേഹത്തിൻ്റെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അതിന് എല്ലാവരും തനിക്കെതിരെ നിൽക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുമാണ് സാമി സെയിൻ എത്തുന്നത്. അപ്പോൾ രണ്ടു പേർക്കും വിജയിക്കാനുള്ള കാരണങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള പോയിന്റ്സ് പറയാനുണ്ട്. അപ്പോൾ ഇതിൽ ആരെ സെലക്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ ഒരു 50-50 ചാൻസ് ആണ്. നിലവിൽ ഫിൻ ബലറിന് കിട്ടുന്ന ഒരു മൊമെൻറ്റം ഫിൻ ബലറിന് വിജയസാധ്യത കൊടുക്കുന്നുണ്ടെങ്കിലും സാമി സെയിന് തിരികെ ടൈറ്റിൽ പിക്ചറിലേക്കും മെയിൻ ഇവൻറ്റ് സീനിലേക്കും എത്തണമെന്നുണ്ടെങ്കിൽ ഇതിലെ വിജയം അനിവാര്യമാണ്. സാമി സെയിൻ ഈ സമ്മർ സ്ലാമിലെ മത്സരത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സാമി സെയിന് പിന്നീടൊരു ചാലഞ്ച് മെയിൻ ഇവൻറ്റ് പിക്ചർ തുടങ്ങിയവയൊന്നും നോക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ സാമി സെയിൻ വിജയിക്കുമെന്നാണ്. സാമി സെയിൻ പുതിയ നമ്പർ 1 കണ്ടൻഡർ ആകുന്നതായിരിക്കും കാണാൻ സാധിക്കുക. അഞ്ചാമത്തെ മത്സരം ഗുന്തർ വേഴ്സസ് നിക്ക് ഓൾഡിസ് തമ്മിലുള്ള മത്സരമാണ്. നിക്ക് ഓൾഡിസിൻ്റെ WWE കരിയറിലെ ആദ്യ മത്സരം. WWE വേണ്ടിയിട്ട് ആദ്യമായി നിക്ക് ഓൾഡിസ് റിങ്ങിലേക്ക് ഇറങ്ങുന്നു. നീണ്ട 3 വർഷങ്ങൾക്ക് ശേഷം നിക്ക് ഓൾഡിസ് പ്രൊഫഷണൽ റെസ്ലിംഗ് ഗിയർ ധരിച്ചുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ വലിയ വലിയ പ്രത്യേകതകളാണ് ഈ മത്സരത്തിനുള്ളത്. സ്മാക്ഡൗൺ ജനറൽ മാനേജറായിട്ട് WWE ഡെബ്യൂ ചെയ്ത നിക്ക് ഓൾഡിസിന് ആ ഒരു പൊസിഷൻ വിട്ടുകൊടുക്കേണ്ടി വന്നു ആദ്യത്തെ റെസ്ലിംഗ് മാച്ചിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ടാണ് നിക്ക് ഓൾഡിസ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് എന്ത് തരത്തിലുള്ള പരിക്കുകൾ സംഭവിച്ചാലും അതിന് കമ്പനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്നൊക്കെയാണ് ഈ മത്സരത്തിൻ്റെ ഒരു സ്റ്റിപ്പുലേഷൻ. അപ്പോൾ ബ്രൂട്ടൽ ലെവലിൻ്റെ അങ്ങേയറ്റം കൊണ്ടുപോകാൻ വേണ്ടി നിക്ക് ഓൾഡിസിനെ മാക്സിമം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗുന്തറിൻ്റെ ഒരു പ്രകടനമായിരിക്കും ഗുന്തറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. വിജയസാധ്യത കൂടുതൽ ഗുന്തറിന് തന്നെയാണ്. കാരണം ഗുന്തറിനെ നമുക്കറിയാം ഗോൾബർഗ്, ജോൺസിന, AJ സ്റ്റൈൽസ് തുടങ്ങിയ സൂപ്പർ താരനിരകളെ പരാജയപ്പെടുത്തി അവരുടെ റിട്ടയർമെൻറ്റിലേക്ക് കൊണ്ടുപോയ, അവരെ കൊണ്ട് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച താരമാണ് ഗുന്തർ. അപ്പോൾ ആ ഗുന്തറിനെ സംബന്ധിച്ച് നിക്ക് ഓൾഡിസ് ഒരു വലിയ എതിരാളി പോലുമല്ല. ആ ഗുന്തർ തന്നെ ഈ സമ്മർ സ്ലാമിലും വിജയിക്കും. ഗുന്തർ മെയിൻ ഇവൻറ്റ് പിക്ചറിൽ നിൽക്കാൻ ഈ വിജയം അനിവാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. നിക്ക് ഓൾഡിസിൻ്റെ ഭാഗത്തു നിന്ന് ഈ 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മത്സര പ്രകടനം എത്തരത്തിലായിരിക്കും എന്നുള്ളതാണ് അറിയാനാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരു സ്ക്വാഷ് മാച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും ഒരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു മാച്ചാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗുന്തർ സബ്മിഷനിലൂടെ തന്നെ മിക്കവാറും ഈ നിക്ക് ഓൾഡിസിനെ ചോക്ക് ഔട്ട് ചെയ്തിട്ട് തന്നെ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. ഇനി നിക്ക് ഓൾഡിസിൻ്റെ ഒരു ക്വാളിറ്റി, അതായത് പൊരുതി നിൽക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എൻ്റെ പ്രഡിക്ഷൻ ഗുന്തറിൻ്റെ കൂടെ നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമ്മൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസ് അപ്രതീക്ഷിതമായി WWE തിരികെ വന്ന ബരോൺ കോർബിൻ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ബരോൺ കോർബിൻ്റെ തിരിച്ചുവരവ് സമ്മർ സ്ലാമിന് 2 ആഴ്ച മുൻപാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനിടയിലുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിലോ ലൈവ് ഇവൻറ്റ്സിലോ ബരോൺ കോർബിൻ ഒന്നും മത്സരിക്കാൻ സാധിച്ചിരുന്നില്ല. ബരോൺ കോർബിൻ ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ചെയ്തിട്ടുള്ള മത്സരം സമ്മർ സ്ലാമിലൊരു ചാമ്പ്യൻഷിപ്പ് മത്സരമായിട്ട് നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ട്രിക് വില്യംസിനെ നമുക്കറിയാം. ട്രിക് വില്യംസ് മെയിൻ റോസ്റ്ററിലേക്ക് എത്തിയതിന് ശേഷം ആരാധകരെല്ലാം അദ്ദേഹത്തിന് പിറകിലാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രൻസ് സമയം തൊട്ട് അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ്. അതിപ്പോൾ അമേരിക്കയാകണമെന്നില്ല, അമേരിക്കയ്ക്ക് പുറത്തും ഈ ട്രിക് വില്യംസിന് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ആരാധകർ കൊടുക്കുന്നത്. അപ്പോൾ ട്രിക് വില്യംസ് ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമ്മർ സ്ലാമിൽ ട്രിക് വില്യംസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുമെങ്കിലും ബരോൺ കോർബിൻ്റെ തിരിച്ചുവരവിൽ ആദ്യ മത്സരത്തിൽ തന്നെ ബരോൺ കോർബിനെ പരാജയപ്പെടുത്തുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഒരു 50-50 ചാൻസ് ആണ് ഞാൻ ഇവിടെ കാണുന്നത്. അതായത് ട്രിക് വില്യംസ് വിജയിക്കാനും പരാജയപ്പെടാനും ഒരുപോലെ സാധ്യതയുണ്ട്. എന്നാലും ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ
ട്രിക് വില്യംസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കാണാൻ സാധിക്കുക എന്നുള്ളൊരു റിസൾട്ടാണ് പങ്കുവെക്കുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ലിസ്റ്റിലെ മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡ ചാഡ് ഗേബിൾ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ചാഡ് ഗേബിളുടെ ഹോം ടൗണിൽ വെച്ചിട്ടാണ് സമ്മർ സ്ലാം 2026 നടക്കുന്നത് എന്നുള്ള വലിയ പ്രത്യേകതയാണ് ചാഡ് ഗേബിളിനുള്ളത്. ചാഡ് ഗേബിളിന് ഈ മെയിൻ റോസ്റ്ററിലേക്ക് വന്നതിന് ശേഷം സിംഗിൾസ് ടൈറ്റിൽ, പ്രത്യേകിച്ച് ഈ ഇന്റർ കോണ്ടിനെന്റൽ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് പോലെയുള്ള ഇൻഡിവിജ്വൽ ടൈറ്റിൽസ് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു പോരായ്മ അദ്ദേഹം ഈ സമ്മർ സ്ലാമിലൂടെ നികത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ചാഡ് ഗേബിളിൻ്റെ ഹോം ടൗൺ ആണ്. ചാഡ് ഗേബിളിൻ്റെ ഒറിജിനൽ എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന കഥാപാത്രം അദ്ദേഹം ചെയ്ത രീതി അത് വലിയ രീതിയിൽ മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ ഇടം നേടിയിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ അതിന് പ്രശംസ നൽകിയിട്ടുണ്ട്. അപ്പോൾ സമ്മർ സ്ലാമിൽ ചാഡ് ഗേബിളിനെ ചാമ്പ്യനാക്കി അദ്ദേഹത്തിന് ഇതുവരെ നേടിയെടുക്കാൻ സാധിക്കാതിരുന്ന ആ ഒരു അച്ചീവ്മെൻറ്റ് അത് അദ്ദേഹത്തിലേക്ക് കൊടുക്കുക എന്നുള്ള വലിയൊരു തീരുമാനമാണ് ചാഡ് ഗേബിളിനെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ചാഡ് ഗേബിൾ പെൻഡയ്ക്കെതിരെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു മത്സര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മിക്കവാറും സമ്മർ സ്ലാമിലെ മാച്ച് ഓഫ് ദ നൈറ്റ് ആയിട്ട് ഈ ഒരു മത്സരം മാറാനുമുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചാഡ് ഗേബിൾ പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകാനാണ് സാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ലിസ്റ്റിലെ മറ്റൊരു മത്സരം വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ ക്വീൻ ഓഫ് ദ റിംഗ് 2026 വിജയിച്ച ലിവ് മോർഗനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇയോ സ്കൈ ലിവ് മോർഗനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആകുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. റസൽമേനിയ 42 വുമൻസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷം ലിവ് മോർഗൻ കൃത്യമായിട്ടുള്ളൊരു ടൈറ്റിൽ ഡിഫൻസ് പോലും ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടത്തിയിട്ടില്ല. ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്ക് ലിവ് മോർഗൻ എത്തിയത് തന്നെ വളരെ കോൺട്രവേഴ്സി നിറഞ്ഞിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ലിവ് മോർഗൻ വിജയിക്കുമോ എന്ന് പോലും പലരും കരുതിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇയോ സ്കൈ ഇതേ ലിവ് മോർഗനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ചത്. ഇനി ഇയോ സ്കൈ വിജയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്റ്റോറിയും കൃത്യമായിട്ടുള്ള ടൈറ്റിൽ ഡിഫൻസുകളും നടത്താൻ സാധിക്കും. ലിവ് മോർഗന് ഈ ഒരു ടൈറ്റിൽ ഡിഫൻസുകൾ കൃത്യമായി നടത്താൻ സാധിക്കാതിരുന്നത് വുമൻസ് ഡിവിഷനെ നല്ല രീതിയിൽ ഡൗൺ ആക്കിയിട്ടുണ്ട്. തിരികെ ഇയോ സ്കൈയിലേക്ക് ചാമ്പ്യൻഷിപ്പ് എത്തുമ്പോൾ നല്ല സ്റ്റോറിയും മത്സരങ്ങളും കാണാമെന്നുള്ളൊരു പ്രതീക്ഷ ക്രിയേറ്റീവ് ടീമിന് പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയോ സ്കൈ പുതിയ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയേക്കും. ജഡ്ജിമിനുടെ ടീമിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ രൂക്ഷമാകുന്നത് സമ്മർ സ്ലാമിലൂടെ കാണിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൻസ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ലാഡർ മത്സരമാണ്. ഇഞ്ചുറി പറ്റി മാറി നിൽക്കുന്ന നിലവിലെ ചാമ്പ്യനായ റിയ റിപ്ലിക്ക് പകരക്കാരനായിട്ട് ഇടക്കാലത്തേക്ക് കണ്ടുപിടിക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം. ആ ഒരു ചാമ്പ്യനെ കണ്ടുപിടിക്കുന്നത് 5 പേർ അടങ്ങുന്ന ഒരു ലാഡർ മത്സരത്തോട് കൂടിയിട്ടാണ്. ഇതിലെ 4 പേര് നിലവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ഷാർലറ്റ് ഫ്ലെയർ, ചെൽസി ഗ്രീന്, ജെഡ് കാർഗിൽ, വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫ്നി സ്ട്രാറ്റൻ 4 റെസ്ലേഴ്സ് പങ്കെടുക്കുന്നു. ഒരാളെ ഇനിയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്യും. ആ ക്വാളിഫൈ മത്സരം ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ്. ജൂലിയ, നയ ജാക്സ്, ലാഷ് ലെജൻഡ് തുടങ്ങിയ 3 പേരാണ് പങ്കെടുക്കുന്നത്. മിക്കവാറും ആ ഒരു ക്വാളിഫൈ മത്സരത്തിൽ ലാഷ് ലെജൻഡ് വിജയിച്ച് കയറുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഈ ഒരു ലാറ്റർ മത്സരത്തിലെ വിജയത്തിൽ ആർക്കാണ് സാധ്യത കൂടുതലെന്ന് ചോദിക്കുമ്പോൾ ഷാർലറ്റ് ഫ്ലെയറിനെ പോലെയുള്ള ഒരു മുൻ ചാമ്പ്യനുണ്ട്, ചെൽസി ഗ്രീനെ പോലെയുള്ള ഒരു അണ്ടർഡോഗ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ലാഷ് ലെജൻഡ് അല്ലെങ്കിൽ ജെഡ് കാർഗിലോ ഇവരിൽ 2 പേരിൽ ഒരാൾ ഈ വുമൻസ് ചാമ്പ്യൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ആരായാലും ഈ ചാമ്പ്യൻഷിപ്പ് കൈവശം വെച്ച് കുറച്ചു കാലം മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. റിയ റിപ്ലി തിരികെ വന്നാൽ ഒരു സ്റ്റോറി നടക്കാനും റിയ റിപ്ലി ആ ഒരു ചാമ്പ്യൻഷിപ്പ് വീണ്ടെടുക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ലിസ്റ്റിലെ മെയിൻ ഈവൻറ്റിലേക്ക് സാധ്യത കൂടുതലുള്ള മത്സരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തേത് ഹെൽ ഇൻ എ സെൽ മത്സരമാണ്. സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറും ദ റൂളർ ഒബാഫെമിയും തമ്മിലുള്ള മത്സരം. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് 2026 വിജയിച്ചു വന്ന ഒബാഫെമി ബ്രോക്കിനെതിരെയുള്ള കഥ മൊത്തത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് ചാമ്പ്യൻഷിപ്പ് മത്സരം വേണ്ട, തനിക്ക് ബ്രോക്കിനെതിരെയുള്ള മത്സരം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെൽ ഇൻ എ സെൽ മത്സരത്തിലേക്ക് സമ്മർ സ്ലാമിൽ കാര്യങ്ങൾ എത്തിച്ചുള്ളത്. ബ്രോക്ക് ലെസ്നറിൻ്റെ ഹോം ടൗണിൽ വെച്ചിട്ടാണ് സമ്മർ സ്ലാം 2026 നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രോക്കിന് വിജയസാധ്യത കൂടുതലില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒട്ടും ഇല്ല എന്ന് ഞാൻ പറയുകയുള്ളൂ. ബ്രോക്കിൻ്റെ കരിയറിന് ഒഫീഷ്യലായിട്ടുള്ള വിരാമം വിടലായിരിക്കും നമുക്ക് ഈ ഒരു സമ്മർ സ്ലാം 2026 കാണാൻ സാധിക്കുക. റസൽമേനിയ 42 അതായത് ഈ വർഷത്തെ റസൽമേനിയയിലോട് കൂടി ബ്രോക്ക് യഥാർത്ഥത്തിൽ അവർ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതാണ്. അത്തരത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ അവർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ബ്രോക്കിൻ്റെ റിട്ടയർമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജന്മ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ വെച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം അത്തരത്തിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിലേക്ക് എത്തിയത് കൊണ്ടാണ് ഈ സമ്മർ സ്ലാമിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒബാഫെമിക്കാണ് വിജയസാധ്യത കൂടുതൽ. ഒബാഫെമി വിജയിച്ചാൽ മാത്രമേ കിങ് ഓഫ് ദ റിംഗ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളതിന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു മൊമെൻറ്റം ലഭിക്കുകയുള്ളൂ. ഹെൽ ഇൻ എ സെൽ മത്സരമാണ്. ഹാർഡ് കോർ ലെവലിൻ്റെ അങ്ങേയറ്റം പോകാനും സാധ്യതയുണ്ട്. ഇവരുടെ ട്രിയോളജി അനുസരിച്ചുള്ള 3ാമത്തെ മത്സരമാണ്. ഒബാഫെമി വിജയിച്ചുകൊണ്ട്
അടുത്ത ജനറേഷനിലെ ടോപ്പ് സൂപ്പർ സ്റ്റാർ ഒബാഫെമി ആണെന്ന് സംശയം കാണിച്ചു തരുന്ന ഒരു പ്രകടനം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ലിസ്റ്റിലെ 11ാമത്തെ മത്സരം WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ CM Punk കോഡി റോഡ്സിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ മത്സരത്തിൻ്റെ പ്രൊഡിക്ഷൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ CM Punk ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ക്ലീൻ ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും. കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് CM Punk ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു. കോഡി റോഡ്സ് ഇതിനുശേഷം ഒന്നെങ്കിലും ഒരു ഗ്യാപ്പ് എടുത്ത് മാറി നിൽക്കുന്നതോ അല്ലെങ്കിൽ കോഡി റോഡ്സ് മറ്റ് സ്റ്റോറി ലൈനിലേക്ക് കടക്കുന്നതോ കാണാൻ സാധിച്ചേക്കാം. എന്തായാലും ഒരു ടൈറ്റിൽ പിക്ചറിലേക്ക് കോഡി റോഡ്സ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി കയറി വരാൻ സാധ്യതയില്ല. CM Punk ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. സമ്മർസ്ലാം 2026 രണ്ടാമത്തെ ദിവസത്തിലെ മെയിൻ ഇവൻറ്റ് സാധ്യത കൂടുതലുള്ള മത്സരം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസ് സെത്ത് റോളിൻസ് എന്ന സൂപ്പർ താരത്തിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരമാണ്. സെത്ത് റോളിൻസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ മേജർ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് മത്സരങ്ങളിൽ റോമൻ റെയിൻസിനെ ഇതുവരെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റോമൻ റെയിൻസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പോരായ്മ. ചരിത്രപരമായിട്ടുള്ള ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെ റോമൻ റെയിൻസ് കടന്നു വരുമ്പോഴും അദ്ദേഹത്തിന് ഇതുവരെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ആക്റ്റീവായിട്ടുള്ള WWE സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ മാത്രമാണ് സെത്ത് റോളിൻസ്. ആ സെത്ത് റോളിൻസിനെ പരാജയപ്പെടുത്താനുള്ള വലിയ അവസരമാണ് റോമൻ റെയിൻസിൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ സെത്ത് തന്നെ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ റോമൻ റെയിൻസിനെ സെത്തിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ? റോമൻ റെയിൻസിൻ്റെ മനസ്സിൽ സെത്ത് എന്നും വലിയൊരു വിങ്ങൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു താരമാണ്. ഷീൽഡിലെ ബ്രേക്കപ്പും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ബിഗ് ഡോഗ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെതിരെയുള്ള സെത്തിൻ്റെ അതോറിറ്റി ഫിഗറിൽ നിന്നിട്ടുള്ള വലിയൊരു പോരാട്ടവുമൊക്കെ റോമൻ റെയിൻസിനെ സംബന്ധിച്ച് സെത്ത് എപ്പോഴും അദ്ദേഹത്തെ ഒരു പേടി സ്വപ്നം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ ഇതേ സെത്തിനെതിരെ റോമൻ റെയിൻസ് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ റോമൻ റെയിൻസിന് ഇത്തവണ ബ്ലഡ്ലൈൻ്റെ ഒരു സഹായം സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം ബ്ലഡ്ലൈൻ വന്ന് ഇനി റോമൻ റെയിൻസ് വിജയിച്ചാൽ തന്നെ സെത്ത് റോളിൻസിന് അതിലൂടെ ഒരു റീമാച്ച് ചോദിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബ്ലഡ്ലൈൻ്റെ ഒരു സഹായം റോമൻ റെയിൻസിന് ലഭിക്കാൻ സാധ്യതയില്ല. ബ്ലഡ് ലൈൻ ഇൻവോൾവ് ആകുന്നത് ഈ ഒരു സ്റ്റോറി ലൈനിൽ നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കില്ല. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു മത്സരം നടക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയസാധ്യത എന്ന് ചോദിച്ചാൽ സെത്തിനാണ് വിജയസാധ്യത എന്ന് ഞാൻ പറയുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ സെത്ത് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതിന് കുറേയധികം കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശത്ത് നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. പരിക്ക് കാരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടത്. റോമൻ റെയിൻസ് സമ്മർ സ്ലാം കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ടുണ്ട്. സമ്മർ സ്ലാം വരെ മാത്രമേ താൻ ആക്റ്റീവ് ആകൂ എന്നുള്ളത് റോമൻ റെയിൻസ് ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സമ്മർ സ്ലാമിന് ശേഷം റോമൻ റെയിൻസിൻ്റെ കരിയറിനെ സംബന്ധിച്ചൊരു ചോദ്യചിഹ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സമ്മർ സ്ലാമിലെ ഈ ഒരു മെഗാ മാർക്കി മത്സരത്തിൽ സെത്ത് റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുമെന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറക്കരുത്, സമ്മർ സ്ലാം 2026 നടക്കുന്നത് ഈ ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ചയും ഓഗസ്റ്റ് 3-ാം തീയതി തിങ്കളാഴ്ചയുമാണ്. പുലർച്ചെ 3:30 മുതലാണ് ലൈവ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ മാക്സിമം ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ സമ്മർ സ്ലാം കണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചർച്ച ചെയ്യാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.